Good morning. Now we are studying about harmonic oscillator, and in the previous class we discussed about the classical theory of harmonic oscillator, and in this class we can discuss about quantum mechanical theory of harmonic oscillator. You know, ഒരു quantum mechanics quantum mechanical theory നമ്മൾ എന്താണ് ചെയ്യാൻ നമുക്കറിയാം. അതിൽ തന്നെ we will develop a Schrodinger equation and we will try to solve it, isn't it? You know the Schrodinger equation, that will be in one dimensional Schrodinger equation, you know, that will be d square psi by dx square plus 2m into e minus b by h cut square psi equal to 0. It is the one dimensional Schrodinger equation in steady state form, or time independent one dimensional Schrodinger equation. So here in the case of harmonic oscillator, you studied in the previous class, potential energy is equal to half kx square. So I am substituting the value of half kx square for the potential V. So I can write this equation as d square psi by dx square plus 2m by h cut square e minus kx square by 2 psi equal to 0. So our aim is solving this equation. This equation solve ചെയ്യുക, ഈ equation solve ചെയ്ത് psi എന്തെന്ന് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ aim. We know, then we will get the wave function. അതിനെ സ്ക്വയർ ചെയ്താൽ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി കിട്ടും. പ്രോബബിലിറ്റി ഡെൻസിറ്റി കിട്ടി കഴിഞ്ഞാൽ എവിടെയാണ് പാർട്ടിക്കിൾ കാണുക എന്ന് നമുക്ക് പറയാൻ പറ്റും. സ്വാഭാവികമായും നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ ഒക്കെ കിട്ടും. അപ്പോൾ ഹിയർ we need to solve this equation, isn't it? അപ്പോൾ ഈ ഇക്വേഷൻ ഈ ഒരു ഫോമിൽ, ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ ഒരു ഫോമിലുള്ള സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഫോമിലേക്ക് മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ, so here what I am going to do is I am substituting y equal to beta x. ബീറ്റ എന്ന് പറയുന്നത് ഏതൊരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ഏതാണെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്കത് അസ്യൂം ചെയ്യാം. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് ദിസ് ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷന്റെ എല്ലാ രൂപത്തിലേക്ക് മാറ്റാം. അതായത് ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ചില പ്രത്യേക രൂപത്തിലുള്ള സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ സോൾവ് ചെയ്യാൻ നമുക്കറിയാന്ന് വെച്ചാൽ അങ്ങനെയുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ അതിനുള്ള വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ സോൾവ് ചെയ്യാൻ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതും. അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സർഫസിൽ കൂടി പോകുന്നേ ഉള്ളൂ, അല്ലാതെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇതെങ്ങനെയാ അങ്ങനെ ആ രൂപത്തിലേക്ക് വരുത്തുന്നത് നമുക്ക് നോക്കാം. And I am assuming y equal to beta x. y equal to a constant into x എന്ന് ഞാൻ എഴുതുകയാണ്. ആ ബീറ്റ അല്ലെങ്കിൽ ആ കോൺസ്റ്റന്റ് എന്താണ് എന്ന് നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ആ ബീറ്റയുടെ വാല്യൂ നമുക്ക് ആവശ്യമുള്ള വാല്യൂ കുറച്ചു നേരം കഴിഞ്ഞിട്ട് കൊടുക്കാം. Then dc by dx, that will be dc by dy into dy by dx. And you know y equal to beta x, so dy by dx, or dy by dx of y, that will be beta. So I can write d by dx of psi as beta into d by dy of psi. Okay. And I am differentiating it once more. d square psi by dx square ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ചെയ്തു കഴിഞ്ഞാൽ we will get that is equal to beta square d square psi by dy square. So you know y equal to beta x, that means x equal to pi by beta. And you know d square psi by dx square equal to beta square d square psi by dy square. So I am substituting these values in equation 1. So I can write it is equal to, instead of d square psi by dx square, I can write beta square d square psi by dy square plus 2m by h cut square, e is there, and minus k by 2, x square can be written as y square by beta square into psi equal to 0. It is the differential equation കിട്ടും. ഇതിനെ നമ്മൾ ഒന്നും കൂടി ഫോമിലേക്ക് എഴുതുന്നു. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ. beta square d square psi by dy square plus 2m by h cut square e minus ky square by 2 beta square psi equal to 0. അപ്പോൾ ഇതിൽ ബീറ്റ സ്ക്വയർ എൻ്റയർ ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. സോ ഐ വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ആസ് d square psi by dy square plus 2me, 2m ഉള്ളിലേക്ക് കൊണ്ടുപോയി, അപ്പോൾ 2mi by h cut square കൊണ്ടുപോയി, by beta square ഉണ്ട്, by beta square ഇവിടേക്ക് വന്നു, മൈനസ് ഈ 2m ഇങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ 2m k square y h square ആയിട്ട് കിട്ടും. 2 ഉം 2 ഉം ക്യാൻസൽ ആവും, അതുകൊണ്ട് mky square ആയിരിക്കും മുകളിൽ വരിക. h cut square ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ h cut square ഉണ്ടാവും. പിന്നെ ബീറ്റ സ്ക്വയർ ആകെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഡിവൈഡ് ബൈ ബീറ്റ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ, സോ ബീറ്റ റൈസ് ടു 4 will be there. So the differential equation with us is d square psi by dy square plus 2me by h cut square beta square minus mky square by h cut square beta raised to 4 psi equal to 1 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇപ്പോഴും ബീറ്റയുടെ വാല്യൂ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ബീറ്റയുടെ വാല്യൂ കൊടുക്കുന്നത് എന്തിനാ?
ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് കാണാൻ അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഇക്വേഷനാക്കി മാറ്റി എഴുതുവാൻ വേണ്ടിയിട്ടാണ്. So here I am assuming that mk by h cut square beta raised to 4 as 1. അപ്പോൾ mk by h cut square beta raised to 4 1 ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്ത് മാത്രമേ വരുള്ളൂ? മൈനസ് വൈ സ്ക്വയറേ വരുള്ളൂ. അതായത് വൈയുടെ കൂടെ യാതൊരു കോഎഫിഷ്യൻറ്റും ഉണ്ടാവുകയില്ല. So I can write that mk by h cut square beta raised to 4 as 1, and from there I can find what is beta, isn't it? So from here beta raised to 4 equal to mk by h cut square, but k you know, k എന്ന് പറയുന്നത് m omega square ആണ്. You studied in the previous class that omega square equal to root k by m. So I can write that k equal to m omega square. So beta raised to 4 equal to m into m omega square by h cut square. അതായത് beta raised to 4 equal to m square omega square by h cut square. So the square root of that beta square, that will be equal to m omega by h cut, isn't it? So we found the value of beta or beta square equal to m omega by h cut square. അപ്പോൾ ഇവിടെ ഈ ടൈമിൽ എന്ത് മാത്രമേ ഉള്ളൂ? in this time minus y square മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. because this mk by h cut square beta raised to 4 taken as 1. Then we are going to find what is this 2me by h cut square omega square. 2me by h cut square omega square, sorry, 2me by h cut square beta square, I am so sorry, 2me by h cut square beta square. So here we are writing that is equal to 2me by h cut square, and beta square you know that is equal to m omega by h cut. So 1 by beta square can be written as h cut by m omega, and here h cut square and h cut 1 will cancel, m and m they will cancel, so the remaining will be 2e divided by h cut omega here, isn't it? So I can rewrite this equation for us, d square psi by dy square plus 2e by h cut omega minus y square psi equal to 0. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രൂപത്തിലേക്ക് മാറി. So it is the equation with us d square psi by dy square plus 2e by h cut omega minus y square psi equal to 0. Otherwise I can write this 2e by h cut omega യെ ഞാൻ എന്തായിട്ട് എടുക്കുന്നു? ആൽഫ എന്ന് പറയുന്ന പുതിയൊരു ക്വാണ്ടിറ്റി, ഒരു പുതിയൊരു ടേം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, and let that term is alpha. So I can write this equation as d square psi by dy square plus alpha minus y square psi equal to 0. അപ്പോൾ ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഇക്വേഷനെ ഈ രൂപത്തിലേക്ക് മാറ്റിയത്. എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് വഴിയെ പറയാം. So here we are writing the differential equation or Schrodinger equation of that harmonic oscillator as d square psi by dy square plus alpha minus y square psi equal to 0. So it is the equation with us, d square psi by dy square plus alpha minus y square psi equal to 0. അപ്പോൾ ഇതിന് എന്ത് വാല്യൂ ആൽഫയ്ക്ക് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കിട്ടില്ല. This equation will have a physically acceptable solution. നമുക്ക് physically acceptable solution സൈയുടെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണെന്ന് ഈ പാഠത്തിലെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ആക്സെപ്റ്റബിൾ കണ്ടീഷൻസ് ഉള്ള അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ സൊല്യൂഷൻ ഈ ഇക്വേഷന് കിട്ടുന്നത് ഈ ആൽഫ ഈക്വൽ ടു 2n+1 ആകുമ്പോൾ മാത്രമാണ്. വേറെ n ഈസ് എ നമ്പർ, n 0 1 2 3 എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ്. സോ ഇഫ് ദ വാല്യൂ ആൽഫ ഈസ് 2n+1, then only we will get a acceptable solution for this equation. So I can write alpha equal to 2n+1. But you know what is alpha? Alpha എന്താണെന്ന് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. എന്താ ആൽഫ എന്ന് പറയുന്നത്? 2e by h cut omega ആണ് നമ്മൾ ആൽഫ എന്ന് എടുത്തത്. So I can write alpha equal to 2e by h cut omega, isn't it? And I am comparing these two. Alpha is equal to 2n+1, so I can write 2n+1 equal to 2e by h cut omega, or from there I can write e is equal to alpha, that is 2n+1 by 2 into h cut omega. Just ഇതൊന്ന് ഈ കണ്ടുപിടിക്കുന്നു എന്നുള്ളൂ. And 2 by 2 will cancel, 1 by 2 എന്നുള്ള ഹാഫ് എന്ന് പറയാം. So I can write this e equal to n plus half into h cut omega. H cut omega എന്ന് പറയുന്നത്, h cut you know what is h cut? H cut is 1 by 2 pi, and omega you know 2 pi nu, and 2 pi and 2 pi will cancel, so h cut omega can be written as h nu. So the energy E can be written as E equal to n plus half h nu. It is the condition with us. So E is equal to n plus half h nu. So here we know that it is the quantum condition, isn't it? So from here we know that this equation will have a physically acceptable solution only when alpha equal to 2n+1. So from there we can find that alpha equal to 2n+1. From there what we can find? We can find that energy E is equal to n plus half into h nu, isn't it? So here we can say that in order to get a physically acceptable solution,
the energy must have n plus half h nu, where n is any integer number. 0 മുതൽ എന്തു ആവാം, any integer അല്ല, 0 and positive integer. 0, 1, 2, 3, 4, 5, 6 അതേ ആവാൻ പാടുള്ളൂ. അതായത് the energy can be, if n equal to 0, energy will be half h nu, and if n equal to 1, energy will be 3 by 2 h nu, and if n equal to 2, energy will be 5 by 2 h nu, and if n equal to 3, energy will be 7 by 2 h nu, isn't it? So the possible energies എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെയാ, half h nu, 3 by 2 h nu, 5 by 2 h nu, 7 by 2 h nu, അതൊക്കെ പോസിബിൾ ഉള്ളൂ. അതായത് എല്ലാ എനർജീസും പോസിബിൾ അല്ല. Only the condensed energies are possible. Half h nu, 3 by 2 h nu, 5 by 2 h nu, അങ്ങനത്തെ എനർജീസ് മാത്രമേ പോസിബിൾ ഉള്ളൂ. So it is named as the quantization condition in the case of harmonic oscillator. So what is the quantization condition in the case of harmonic oscillator? ഒന്നും കൂടി ഞാൻ പറയാം. Once more I am saying, what is that? We are trying to solve this equation d square psi by dx square plus 2m h by h cut square e minus k square by 2 psi equal to 0. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കതിനെ സോൾവ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രൂപത്തിലേക്ക് മാറ്റുന്നു. I am introducing two quantities, y equal to, what is that, y equal to beta x and alpha equal to 2e by h cut omega. So I can rewrite that equation as d square psi by dy square plus alpha minus y square psi equal to 0. And from here we can say that this equation will have a physically acceptable solution only when alpha equal to 2e by h cut omega. Otherwise ആ കണ്ടീഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, e is equal to n plus half h nu. So we can say that the equation will have a physically acceptable solution only when e equal to n plus half h nu. n എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6, 7 എന്ന് പറയുന്ന ഏതൊരു നമ്പറും ആവാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, this is the condition of, or it is the energy quantization condition എന്ന് പറയാം. അതായത് ഏത് എനർജി ഒന്നും പോസിബിൾ അല്ല, n plus half h nu, where n equal to 0, 1, 2, 3 etc. എന്ന് പറയുന്ന എനർജി മാത്രമേ പോസിബിൾ ഉള്ളൂ. It is the quantization condition in the case of harmonic oscillator. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാം, 0 പോയിന്റ് എനർജി എന്താണെന്ന് പഠിക്കാം. അതായത് the minimum value of n is 0. അപ്പോൾ n 0 ആണെങ്കിൽ the energy possible for the harmonic oscillator എന്ന് പറഞ്ഞാൽ എന്താണ്, n plus half h nu, that is n equal to 0, that is e0 equal to half h nu. So if n equal to 0, e0 is equal to half h nu. So what is the 0 point energy? It is the lowest energy possible for a harmonic oscillator. So the lowest quantum number n is equal to 1, sorry, lowest quantum number n equal to 0, then we will get n equal to 0, that is the lowest quantum number possible here. So when n equal to 0, the minimum energy e0 is equal to half h nu, that is named as the 0 point energy. ഇത് ക്വാണ്ടം മെക്കാനിക്കൽ ഓസിലേറ്ററും ക്ലാസിക്കൽ മെക്കാനിക്കൽ ഓസിലേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. ക്ലാസിക്കൽ മെക്കാനിക്കൽ ഓസിലേറ്ററിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും മിനിമം പോസിബിൾ ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് 0 ആണ്. ബട്ട് ഹിയർ ദ മിനിമം പോസിബിൾ എനർജി ഇസ് നോട്ട് 0, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് h nu, isn't it? ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ആ വ്യത്യാസത്തെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഒരു കാര്യം കൂടി ഇന്ന് അങ്ങ് പഠിച്ചിട്ട് അങ്ങ് നിർത്താം. ആൻഡ് വി നോ ദാറ്റ് we are going to solve this equation. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷന്റെ ഫിസിക്കൽ ആക്സെപ്റ്റബിൾ കണ്ടീഷനിൽ നിന്നാണ് നമുക്ക് എനർജി എന്ന് പറയുന്ന കോണ്ടൈസ്ഡ് ആണ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കിട്ടിയത്. ആൻഡ് വി ആർ ട്രൈങ് ടു സോൾവ് ദിസ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നിങ്ങൾക്കില്ല. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനും ഹെർമൈറ്റ് പോളിനോമിയലൊക്കെ പഠിക്കണം. അതൊന്നും നിങ്ങൾക്ക് പ്ലസ് ഇല്ല, ഈ ഡിഗ്രിക്ക് പഠിക്കാനില്ല. നിങ്ങൾക്കത് പി ജിക്ക് മാത്രമേ ഏതൊരു യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും പഠിക്കാനുള്ളൂ. ബട്ട് the solution of this differential equation is equal to 2m nu by h cut 2 raised to n factorial all raised to minus half h n y e raised to minus y square by 2. ഇത് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പഠിക്കണമെന്നൊന്നുമില്ല. ഈ ഇക്വേഷൻ 4 ഒന്നും എഴുതണ്ട. ഇത് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊന്നും എഴുതണമെന്നൊന്നുമില്ല. ഇങ്ങനെ എഴുതിയാലും മതി. the solution of differential equation will contain Hermite polynomial. ഈ h n y എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഹെർമൈറ്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെർമൈറ്റ് പോളിനോമിയൽ സൊല്യൂഷൻ ആയി കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയാണ് നമ്മൾ ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ബീറ്റ ഈക്വൽ ടു y ഈക്വൽ ടു ബീറ്റ എക്സും മറ്റൊക്കെ കൊടുത്തത്. അപ്പോൾ എനിവേ ഇഫ് യു ക്യാൻ സ്റ്റഡി ദിസ് വൺ യു ജസ്റ്റ് റൈറ്റ് ദിസ് y and y, ദ സൊല്യൂഷൻ ഈസ് ദിസ് വൺ. അതർവൈസ് ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ദ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിൽ കണ്ടെയ്ൻ ഹെർമൈറ്റ് പോളിനോമിയൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഈ വേവ് ഫംഗ്ഷന്റെ പിക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഡയഗ്രാം ഓഫ് വേവ് ഫംഗ്ഷൻ. psi 0 എന്ന് പറയുന്നത് ഇതായിരിക്കും. അങ്ങനത്തെ ഏകദേശം പാർട്ടികൾ തന്നെ ബോക്സിലൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ഒക്കെ ഒരു അടുത്ത് കൂടി പോകുന്നൊരു ഫംഗ്ഷൻ.
ബട്ട് ഹിയർ യു നോ, ഇവിടെ ഞാൻ ഡാഷ്ഡ് ലൈൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് മൈനസ് എയും പ്ലസ് എയുമാണ്. അതായത് ഹാർമോണിക് ഓസിലേറ്റർ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്ക് നോക്കുമ്പോൾ പറയാം മൈനസ് എ എന്ന് പറയുന്നതും പ്ലസ് എ എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഓസിലേഷൻ. മാക്സിമം ഇവിടെയും വരെ പാർട്ടിക്കിൾ വരാൻ പാടുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ദ സെക്കൻഡ് Ψ1 ആണ്. Ψ1 ആകുമ്പോഴും കുറച്ച് ഇപ്പുറത്തേക്കും കുറച്ച് ഇപ്പുറത്തേക്കും. ഇതാണ് ഇതിന്റെ ബൗണ്ടറിയാണ്. ബൗണ്ടറി മീൻസ് മൈനസ് എ, അല്ലെങ്കിൽ ഇത് മൈനസ് എ ആണ്, ഇത് പ്ലസ് എ ആണ്. ദാറ്റ് ഇസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് ഓസിലേഷൻ. ബട്ട് ഹിയർ വി നോ ദാറ്റ് ദ വേവ് ഫംഗ്ഷന്റെ കുറച്ച് വേവ് ഫംഗ്ഷൻ കുറച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുന്നു. ഇറ്റ് ഈസ് Ψ2 ആകുമ്പോഴും നമുക്കറിയാം കുറച്ച് അപ്പുറത്തേക്കും കുറച്ച് ഇപ്പുറത്തേക്കും പോകുന്നു. ഇറ്റ് ഈസ് Ψ3 ആകുമ്പോഴും നമുക്ക് ഇവിടെ നിന്ന് പറയാം ഈ ബൗണ്ടറിയിൽ നിന്ന് കുറച്ച് അപ്പുറത്തേക്കും പോകുന്നു കുറച്ച് ഇപ്പുറത്തേക്കും പോകുന്നു. ഇസ്ന്റ് ഇറ്റ്? അതായത് നമ്മുടെ പാർട്ടിക്കിളിന്റെ ബോക്സിൽ പറഞ്ഞ പോലെ, പാർട്ടിക്കിളിന്റെ ബോക്സിൽ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പാർട്ടിക്കിളിന്റെ ബോക്സ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് പറയാൻ പറ്റും ക്ലാസിക്കൽ മെക്കാനിക്കലി സോൾവ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ബൗണ്ടറി കടന്നു പോകില്ല. Because if V is greater than that of the energy of the particles cannot cross that potential barrier. But quantum mechanically we know there is a finite probability to penetrate to that potential barrier. The same thing is happening here, isn't it? അതായത് ഇതിന്റെ പ്രോബിലിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോബിലിറ്റി. ഇവിടെ പറയാം വേവ് ഫംഗ്ഷൻ മേ ബി നെഗറ്റീവ്, ബട്ട് വി നോ പ്രോബിലിറ്റി വിൽ ബി Ψ1 square. That will be, or the probability of Ψ2, that will be modulus of Ψ2 square and modulus of Ψ3 square, and that will be positive always, and that cannot be negative. So here if we are going to this probability, we know that ഈ ഡാഷ്ഡ് ലൈൻ എന്ന് പറയുന്നത് അതിന്റെ ബൗണ്ടറി ആണ്, അതല്ലെങ്കിൽ നമുക്ക് പറയാം അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. And classically we know the particle cannot go beyond that amplitude. എക്ക് അപ്പുറത്തേക്ക് ഒരിക്കലും മൂവ് ചെയ്യില്ല. അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ക്ലാസിക്കൽ മെക്കാനിക്സ് അനുസരിച്ച് എന്താണ്, മാക്സിമം ആ പാർട്ടിക്കിൾ പോകാൻ സാധ്യതയുള്ള പോയിന്റിനാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. But here if we are trying to solve it quantum mechanically, we know that there is a finite probability to go the particle beyond that limit. അല്ലേ, ഈ ലിമിറ്റ് മൈനസ് എ എന്ന് പറയുന്ന ലിമിറ്റിന്റെ ഇപ്പുറത്തേക്കും പ്ലസ് എ എന്ന് പറയുന്ന ലിമിറ്റിന്റെ അപ്പുറത്തേക്കും പോകാനുള്ള ചെറിയൊരു ഫൈനൈറ്റ് പ്രോബിലിറ്റി, ചെറിയൊരു പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയുന്നു. നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് there will be a physically acceptable solution will be there only when alpha is 2n+1. From there we got the energy quantization condition, and we know what is 0 point energy, and we studied about the wave function. The solution of that differential equation will contain Hermite polynomial. അപ്പോൾ Hermite polynomial കണ്ടു. പിന്നെ അതുപോലെ അതിന്റെ wave function നോക്കുമ്പോൾ ഇതാണ് wave function. അതായത് there is a finite probability to find the particle beyond this limit. ഈ മൈനസ് എ എന്നും പ്ലസ് എ എന്ന് പറയുന്ന ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് കാണാനുള്ള ചെറിയൊരു പ്രോബബിലിറ്റി അതിനുണ്ട്. ബാക്കി ഒരു 5 മിനിറ്റും കൂടിയുള്ള ചെറിയൊരു ക്ലാസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും സമയമായില്ലേ? സോ ഓക്കെ, ബൈ. വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.